ഹായ് ഫ്രണ്ട്സ്, നമ്മളെ സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പം ഞാൻ വരുമ്പം തന്നെ അമ്മ വെള്ളയപ്പം ചുടുന്നതാണ് കണ്ടത്. പിന്നെ ഞാൻ പുറത്തെല്ലാം വന്ന് നോക്കുമ്പോൾ നല്ല മഴ പെയ്ത് ഇങ്ങനെ കുളിർത്ത് നിൽക്കുക. ആ സമയത്ത് മഴ ഉണ്ടായിട്ടില്ല, പക്ഷെ നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ കുളിർത്ത് നിൽക്കുന്നുണ്ടായേ. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായി വന്ന് മുടിയെല്ലാം കെട്ടി. അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായേ. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നപ്പോൾ എനിക്ക് മുട്ടയപ്പം കൂടി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായ മുട്ടയപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിൽ കിട്ടും. ഇത് രാവിലെ ഉണ്ടാവും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കലാന്നേ. വെള്ളയപ്പവും ബാജിക്കറിയും ആണ് ഉണ്ടായത്. ബ്രേക്ക്ഫാസ്റ്റ് അമ്മ തന്നെ ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ തുണിയെല്ലാം മെഷീനിലിട്ടിട്ടുണ്ടായിന്. അതെല്ലാം ഒന്ന് ആറിയിട്ട് തുണിയെല്ലാം ആറിയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പാണ് ഇത് പിന്നെ ഞാൻ വെച്ച വാഴയാണ്. കൊലച്ച് നല്ല മൈസൂറാണ്. പിന്നെ കവുങ്ങും പൂത്തിട്ടുണ്ട് കേട്ടാ. കവുങ്ങ് പൂത്തത് കവുങ്ങ് പൂത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുക്കം തുടങ്ങി. എല്ലാ കാര്യത്തിലും എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഞാൻ കഴുകിത്തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴുകുന്നുണ്ട്. പിന്നെ അമ്മ മുറിച്ചിടേണ്ടതെല്ലാം പിന്നെ തക്കാളി, ഉള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടി തേങ്ങ വറക്കാൻ വേണ്ടി തേങ്ങ ചിരണ്ടിയപ്പോൾ പറഞ്ഞ് ഞാൻ വറക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ആവേശത്തിൽ അതെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരക്കണം, എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ അതിന് വേണ്ടുന്ന ഉള്ളിയും തക്കാളിയും ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കനെല്ലാം കഴുകിയതെല്ലാം എല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം സാധാരണ ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചിക്കൻ കിട്ടി കഴിഞ്ഞപ്പോൾ ഗീ റൈസ് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിന്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നെയ്ച്ചോറും കറിയൊക്കെ അങ്ങനെ വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാനപ്പോഴത്തേക്ക് ഈ കുക്കറിൽ ചിക്കനെല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യം ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതെല്ലാം കൂടി വാട്ടി അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി എല്ലാം ഇട്ട് വഴറ്റിയിട്ട് അതിൽ ചിക്കൻ ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്തരച്ചത് ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കറി ഉണ്ടാക്കലേ. അപ്പോൾ ഇത് നമ്മളെ കറിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മല്ലി ഇലയെല്ലാം കൂടി ആഡ് ചെയ്ത് കറിയെല്ലാം ആക്കി കഴിഞ്ഞിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ട് ചോറ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് ആപ്പിളെല്ലാം തിന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കലും ഹോർലിക്സ് കുടിക്കലെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു ചെറിയ പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ടേസ്റ്റ് നോക്കട്ടെ നോക്കട്ടെ പുളിയെല്ലാം ചേർന്നേരം വെറുതെ കൊടുക്കണം. സൂപ്പറല്ലേ? അപ്പോൾ കറിയെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാനിതാ നമ്മളെ അരിയെല്ലാം കഴുകിയിട്ട് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നേ. ഉണക്കാനുള്ള കുറച്ച് വെള്ളം തോരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്ത് ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ അടുത്ത ഇളക്കൽ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പാവം എന്തിന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ ആത്മാർത്ഥമായിട്ട് നല്ലത് പറയാനും മടിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ഭയങ്കര നമുക്ക് നല്ല സന്തോഷമായിരിക്കും. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രുചി ഉണ്ടെങ്കിൽ രുചി ഉണ്ട് എന്ന് തന്നെ പറയും. കുറച്ചെല്ലാം രുചി ഇല്ലാത്തതിനും പറയുന്നുണ്ടോ നമുക്ക് സംശയമില്ലാണ്ടില്ല. എന്നാലും അങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ. ഈ ഒരു കോമഡി കാണുന്നുണ്ട് നിങ്ങൾ. താഴെ നിന്ന് ഇളക്കിയിട്ടൊന്നും ഏലില്ലാത്തതുകൊണ്ട് കസേര വെച്ചിട്ട് ഉയരത്തിൽ നിന്നിട്ട് ഇളക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്.
പിന്നെ കുറച്ച് ചെമ്മീനുണ്ടായിന്, അത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. മോനും ഉണ്ട്, അപ്പോൾ ഓനും ഇഷ്ടമാണ് ചെമ്മീൻ, അതുകൊണ്ട് കുറച്ച് ചെമ്മീൻ വാങ്ങിയത്. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടേനു. അപ്പോൾ നമ്മളെ ചോറെല്ലാം ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ സാലഡിനുള്ളതെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അമ്മയും കുറേ ഹെൽപ്പാണ്, അവർക്ക് കഴിയുന്നെല്ലാം ഓറും ചെയ്യും. അപ്പോൾ നമ്മളിതാ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. വറവെല്ലാം ഇടാനുള്ള, ചോറിലേക്ക് വറവെല്ലാം ഇടുന്നതാണ്. പിന്നെ അണ്ടി, മുന്തിരി, ഉള്ളി എല്ലാം നെയ്യിൽ വറുത്തിട്ട് ഇടുമല്ലോ ലാസ്റ്റ്. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, ചമ്മന്തിയൊന്നും ആക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഫുഡെല്ലാം കഴിച്ച് സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് പുറത്തെല്ലാം പോകാനുണ്ട്. അപ്പോൾ ഇതെല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഡൈനിങ് ടേബിളിലൊന്നല്ല, ഓരോരാൾക്കും ഓരോ സ്ഥലമാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും ഒരേ ടൈം തന്നെയാണ്, പക്ഷെ പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടാളും ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്നിട്ടാണ് മിക്കവാറും കഴിക്കില്ല കേട്ടോ. ഇതാ ഈ ഒരു ഉരുളക്കാണ് ഏറ്റവും ടേസ്റ്റ് ഞാൻ കഴിച്ചതിലെ. ഏതൊരു ഫുഡാക്കിയാലും എനിക്ക് ഇഷ്ടപ്പെടാത്തെങ്കിലും ഇങ്ങനെ ഒരു ഉരുള കിട്ടുമ്പോൾ അതിന് എവിടുന്നാ രുചി വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അധികം റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല. നമുക്ക് പുറത്തെല്ലാം പോകാനുണ്ടായിന്, കുറച്ച് വെറുതെ കറങ്ങണം, പിന്നെ 1-2 ചെറിയ ആവശ്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിതാ സെറ്റായിട്ട് ഇറങ്ങിയിട്ടാ. മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പോന്നേ. ഡ്രസ് ഇട്ട് നോക്കാൻ വന്നിയാന്ന്. ഇപ്പോൾ കൈമലും എന്തായി ഒരു ചുരിദാറായി. ഭയങ്കര ഐഡിയ ആണ്. പിന്നെ നമുക്കിത് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ജ്യൂസെല്ലാം കഴിച്ച് വീട്ടിൽ ഉച്ചക്കത്തെ ഫുഡ് ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇനി വീട്ടിൽ പോയി വീണ്ടും ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡിന് രാത്രി ഒരിക്കലും കൂടി തട്ടണം, എന്നിട്ട് സുഖമായി കിടന്നുറങ്ങണം. പിറ്റേ ദിവസം എഴുന്നേറ്റ് ജോലിക്ക് പോകണം. അപ്പോൾ നമ്മളെ ഒരു സൺഡേ ആണ് ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു വീഡിയോയിൽ